ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സോളാർ പവർ പാനൽ 500 വോട്ട് പീക്ക് നേരിട്ട് 12 വോട്ട് DC ആപ്ലിക്കേഷനായി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. 12 വോട്ട് DC ആപ്ലിക്കേഷനായി 500 വോട്ട് പീക്ക് സോളാർ പവർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുക. 12 വോട്ട് DC ആപ്ലിക്കേഷനായി ഒരു ആപ്ലിക്കേഷൻ സർക്യൂട്ട് നിർമ്മിക്കുക. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെൻറ്റുകളും നമുക്ക് ശേഖരിക്കാം. പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ 1, ട്രെയിനികളുടെ ടൂൾ കിറ്റ്, സോളാർ PV പാനൽ 12 വോൾട്ട്, ഫാബ്രിക്കേറ്റഡ് പാനൽ സപ്പോർട്ട് ഫിറ്റിങ്ങുകളുള്ള 500 വോട്ട് പീക്ക്, സോളാർ ചാർജ് കൺട്രോളർ തരം PWM, സിസ്റ്റം വോൾട്ടേജ് 12 മുതൽ 24 വരെ വോൾട്ട്, പരമാവധി ഔട്ട്പുട്ട് കറണ്ട് 50 ആംപ്സ്, DC സർക്യൂട്ട് ബ്രേക്കർ സിംഗിൾ പോൾ 12 വോൾട്ട് 6 ആംപ്സ്, കണക്റ്റിംഗ് വയറുകൾ 1.5 ചതുരശ്ര മില്ലിമീറ്റർ, DC ഫാൻ 12 വോൾട്ട്, ബേസ് ബ്രാക്കറ്റുകൾ 28 ഇഞ്ച് 6 എണ്ണം, കോൺടാക്ട് ബ്രാക്കറ്റുകൾ 28 ഇഞ്ച് 6 എണ്ണം, സപ്പോർട്ടിംഗ് ബ്രാക്കറ്റുകൾ 14.8 ഇഞ്ച്, എൻ ക്ലാമ്പ് ആവശ്യാനുസരണം, ബോൾട്ട് ആൻഡ് നട്ട്സ് 8 മില്ലിമീറ്റർ. 12 വോൾട്ട് DC ആപ്ലിക്കേഷനായി 500 WP അല്ലെങ്കിൽ വാട്ട് പീക്ക് സോളാർ പവർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ടെറസിൻ്റെ മുകളിലേക്ക് സോളാർ പാനലുകൾ എത്തിക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ. 1. ഒരു സോളാർ പാനൽ ടെറസിലേക്ക് എത്തിക്കുന്നതിന് സുരക്ഷിതമായി ചെയ്യാൻ കുറഞ്ഞത് 2-3 ശക്തരായ വ്യക്തികളെങ്കിലും ആവശ്യമാണ്. സോളാർ പാനലുകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക. റഫായുള്ള കൈകാര്യം ചെയ്യൽ ഒഴിവാക്കുക. റബ്ബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ അമിതമായ ബലം അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വിധേയമായാൽ പൊട്ടിപ്പോകും. 2. സോളാർ പാനൽ എത്തിക്കുന്ന എല്ലാ ആളുകളും കയ്യുറകൾ, സുരക്ഷാ ഗ്ലാസുകൾ, ഹാർഡ് ഹാറ്റുകൾ, നോൺ കണ്ടക്റ്റീവ് പാദരക്ഷകൾ എന്നിവയുൾപ്പെടെ PPE ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 2. സോളാർ പാനൽ സ്റ്റെപ്പുകളുടെ അടിയിൽ വയ്ക്കുക. സ്റ്റെയർ കേസിന് ലംബമായി വിന്യസിക്കുക. അത് സ്റ്റേബിൾ ആണെന്നും ലിഫ്റ്റിംഗ് ഓപ്പറേഷൻ സമയത്ത് ഉരുളുകയോ സ്ലൈഡ് ചെയ്യുകയോ ചെയ്യില്ലെന്ന് ഉറപ്പാക്കുക. സുരക്ഷാ മുൻകരുതലുകൾ. സോളാർ പാനൽ ഏതെങ്കിലും മൂർച്ചയുള്ള അരികുകൾ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾക്കായി ശ്രദ്ധാപൂർവം പരിശോധിക്കുക. സോളാർ പാനൽ സ്റ്റാൻഡിനായി ദിവസം മുഴുവൻ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നതും ഷേഡിംഗ് തടസ്സങ്ങളില്ലാത്തതുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. സോളാർ പാനലുകൾ സൂര്യപ്രകാശത്തെ ഊർജ്ജമാക്കി മാറ്റി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. സൂര്യപ്രകാശമുള്ള ഒരു പ്രദേശത്ത് സോളാർ പാനൽ സ്റ്റാൻഡ് സ്ഥാപിക്കുന്നത് പാനലുകൾക്ക് പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അവയെ അനുവദിക്കുകയും ചെയ്യുന്നു. സ്റ്റാൻഡിനൊപ്പം സോളാർ പാനൽ സ്ഥാപിക്കുക. ഫ്രെയിമിലെ മൗണ്ടിംഗ് ദ്വാരങ്ങളുമായി അതിനെ വിന്യസിക്കുക. പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്ന തരത്തിൽ പാനൽ സ്ഥാപിക്കുക. സുരക്ഷാ മുൻകരുതലുകൾ. ഇൻസ്റ്റാളേഷൻ സമയത്ത് ടെർമിനലുകളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം വൈദ്യുത ആഘാതത്തിനോ പൊള്ളലിനോ കാരണമാകാം. പ്രത്യേകിച്ചും പാനലുകൾ സൂര്യപ്രകാശം ഏൽക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്താൽ. സോളാർ പാനൽ ഘടിപ്പിക്കുന്നതിന് ആവശ്യമായ നട്ടുകൾ, ബോൾട്ടുകൾ, വാഷറുകൾ, മറ്റേതെങ്കിലും ഹാർഡ്വെയർ എന്നിവ ശേഖരിക്കുക. പാനലിൻ്റെ അടിവശം മുതൽ സോളാർ പാനലിലെ മൗണ്ടിംഗ് ദ്വാരങ്ങളിലൂടെ ബോൾട്ടുകൾ തിരയുക. മർദ്ദം തുല്യമായി വിതരണം ചെയ്യാൻ ബോൾട്ടുകളിൽ വാഷറുകൾ സ്ഥാപിക്കുക. മൗണ്ടിംഗ് ദ്വാരങ്ങളിലൂടെ ബോൾട്ടുകൾ ചേർത്തു കഴിഞ്ഞാൽ ഉചിതമായ സ്പാനർ വലിപ്പം ഉപയോഗിച്ച് തുറന്നിരിക്കുന്ന ത്രെഡുകളിൽ നട്ടുകൾ മുറുക്കി അവയെ കൃത്യസ്ഥാനത്തേക്ക് ഉറപ്പിക്കുക. സോളാർ പാനലിലെ ഓരോ മൗണ്ടിംഗ് ഹോളിനും വേണ്ടി ഈ പ്രക്രിയ ആവർത്തിക്കുക. എല്ലാ ബോൾട്ടുകളും നട്ടുകളും ഉപയോഗിച്ച് സുരക്ഷിതമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പാനലിൽ അസമമായ മർദ്ദം തടയാൻ നട്ടുകൾ തുല്യമായി മുറുക്കുക. പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്നതിന് നിങ്ങളുടെ സ്ഥലത്തെ അടിസ്ഥാനമാക്കി സൺലൈറ്റ് എക്സ്പോഷർ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് സോളാർ പാനലിൻ്റെ ടിൽറ്റ് ആംഗിൾ സജ്ജീകരിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് സോളാർ പാനലിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എങ്ങനെ അളക്കാമെന്ന് നോക്കാം. ഒരു സോളാർ പാനലിൻ്റെ വോൾട്ടേജ് അളക്കുമ്പോൾ സാധാരണയായി മൾട്ടിമീറ്റർ പാരലലായി ബന്ധിപ്പിക്കുന്നു.
ഇതിനർത്ഥം നിങ്ങൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിനെ സോളാർ പാനലിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിക്കുന്നു എന്നാണ്. $20 വോൾട്ട് ഏകദേശ വോൾട്ടേജിൽ DC വോൾട്ടേജ് മെഷർമെൻറ്റ് റേഞ്ചിൽ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്യുക. സോളാർ പാനലിലെ പോസിറ്റീവ് ടെർമിനലുകളും നെഗറ്റീവ് ടെർമിനലുകളും തിരിച്ചറിയുക. പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ സൂചിപ്പിക്കുന്ന ലേബലുകളോടെയാണ് സോളാർ പാനലുകൾ വരുന്നത്. ടെർമിനലുകൾക്ക് സമീപമോ പാനലിൻ്റെ പിൻഭാഗത്തോ ഈ ലേബലുകൾ നോക്കുക. മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് പ്രോബ് അല്ലെങ്കിൽ നെഗറ്റീവ് സോളാർ പാനലിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ സ്ഥാപിക്കുക. മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബ് പോസിറ്റീവ് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ സ്ഥാപിക്കുക. പ്രോബുകൾ ബന്ധിപ്പിച്ച ശേഷം മൾട്ടിമീറ്റർ സോളാർ പാനലിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ടിൻ്റെ ഡിസ്പ്ലേ ഉറപ്പാക്കുന്നു. $12 DC ആപ്ലിക്കേഷനായി ഒരു ആപ്ലിക്കേഷൻ സർക്യൂട്ട് നിർമ്മിക്കുന്നു. സോളാർ പാനലുകളിലെ ടെർമിനലുകൾ തിരിച്ചറിയുക. ടെർമിനലുകൾക്ക് സമീപമുള്ള ലേബലുകളോ അടയാളങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. അവ ബാറ്ററിയെ ബാറ്റ്, സോളാർ പാനലിനെ PV, ലോഡിനെ ലോഡ് എന്നിങ്ങനെയോ അല്ലെങ്കിൽ സമാനമായ വിവരണങ്ങൾ ഉപയോഗിച്ചോ ലേബൽ ചെയ്തേക്കാം. ഒരു ചാർജ് കൺട്രോളറിൽ സോളാർ പാനൽ, ബാറ്ററി, ലോഡ് എന്നിവയുടെ ശരിയായ കണക്ഷൻ ഉറപ്പാക്കാൻ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ സാധാരണയായി ലേബൽ ചെയ്യുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുന്നു. നെഗറ്റീവ് ടെർമിനലിനെ ബന്ധിപ്പിക്കുന്നതിന് കറുപ്പ് നിറമുള്ള വയറുകൾ ഉപയോഗിക്കുക. എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിന് പോസിറ്റീവ് ടെർമിനലിനെ ബന്ധിപ്പിക്കുന്നതിന് ചുവപ്പ് നിറമുള്ള വയറുകൾ ഉപയോഗിക്കുക. വയർ സ്ട്രിപ്പർ ഉപയോഗിച്ച് 1/2 ഇഞ്ച് വയർ ഇൻസുലേഷൻ സ്ട്രിപ്പ് ചെയ്യുക. ഇൻസുലേഷനിൽ സമ്മർദ്ദം ചെലുത്തുവാൻ വയർ സ്ട്രിപ്പിൻ്റെ ഹാൻഡിലുകൾ ഉപയോഗിക്കുക. ചുവപ്പ്, കറുപ്പ് വയറുകൾക്കുള്ള അണ്ടർലൈയിങ് കണ്ടക്ടറിന് കേടുപാടുകൾ വരുത്താതെ തന്നെ വയർ സ്ട്രിപ്പിൻ്റെ കട്ടിംഗ് എഡ്ജ് ഇൻസുലേഷനിലൂടെ സ്ലൈസ് ചെയ്യും. ചാർജ് കൺട്രോളറിലെ സോളാർ ടെർമിനലുകൾ തിരിച്ചറിയുക. ചാർജ് കൺട്രോളറിലെ നെഗറ്റീവ് ടെർമിനലിലേക്ക് സോളാർ പാനലിൽ നിന്ന് നെഗറ്റീവ് വയർ ബന്ധിപ്പിക്കുക. അതുപോലെ സോളാർ പാനലിൽ നിന്ന് പോസിറ്റീവ് വയർ ചാർജ് കൺട്രോളറിലെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുക. സോളാർ പാനൽ ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിച്ചാൽ അത് സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് തുടർച്ചയായി നിരീക്ഷിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യും. DC ലോഡുകളെ ബന്ധിപ്പിക്കുന്നതിന് നിയുക്തമാക്കിയ ചാർജ് കൺട്രോളറിലെ ടെർമിനലുകൾ തിരിച്ചറിയുക. ഈ ടെർമിനലുകൾ സാധാരണയായി ലോഡ് അല്ലെങ്കിൽ DC ലോഡ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. 12 വോൾട്ട് DC ഫാനിലെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ തിരിച്ചറിയുക. ഫാനിൻ്റെ നെഗറ്റീവ് ടെർമിനലിനെ ചാർജ് കൺട്രോളറിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. തുടർന്ന് DC ബ്രേക്കർ വഴി ഫാനിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ DC ബ്രേക്കർ വഴി അനുവദിച്ച ടെർമിനലിനുള്ള ചാർജ് കൺട്രോളറിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ബ്രേക്കർ ഓണാക്കി ഫാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ചാർജ് കൺട്രോളർ ഡിസ്പ്ലേയിലെ ഫാനിലേക്കുള്ള സോളാർ പാനൽ വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും നിരീക്ഷിക്കുക. $12 DC ആപ്ലിക്കേഷനായി സോളാർ പവർ പാനൽ 500 വാട്ട് പീക്ക് ഇൻസ്റ്റാൾ ചെയ്തു.
12 വോൾട്ട് DC ആപ്ലിക്കേഷനായി ഒരു ആപ്ലിക്കേഷൻ സർക്യൂട്ട് നിർമ്മിച്ചു. ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. കണ്ടതിന് നന്ദി.